നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഭീകരമായ ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ നിങ്ങൾക്ക് കാണണോ? അതായത് തോമസ് എന്നൊരാൾ ഒരു പെൺകുട്ടിയെ സഹായിക്കാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു പെണ്ണാണത്. അവളുടെ ആ ഒരു വീടിന്റെ തട്ടിൻപുറത്ത്, അതായത് രണ്ടാമത്തെ നിലയിൽ അവളുടെ അമ്മ എന്തോ ഒരു രോഗം ബാധിച്ച് കിടക്കുകയാണ്. എന്നാൽ അവിടെ എത്തിയ തോമസ് പതിയെ പതിയെ ഓരോ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ തോമസും ഞെട്ടും, നമ്മളും ഞെട്ടും. അതായത് തുടക്കം മുതലേ വല്ലാത്തൊരു മിസ്റ്ററിയിലാണ് ഈ സിനിമ മുന്നോട്ടേക്ക് പോവാട്ടോ. സത്യം പറഞ്ഞാൽ അവസാനം നിങ്ങൾ ഞെട്ടിയിരിക്കും. അങ്ങനെ ഒരു കഥ തന്നെയാണിത്. അപ്പോൾ എന്താണ് അവസാനം സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോവാം. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരത്തിൽ മലയുടെ താഴ്വാരത്തിലായിട്ട് നിശബ്ദമായൊരു ഫോറസ്റ്റ് കാണിക്കുകയാണ്. ആ ഫോറസ്റ്റിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ബങ്കർ ഉണ്ട്. അതിനുള്ളിൽ ഒരു സോൾജിയറും ഉണ്ട്. അയാളുടെ പേരാണ് തോമസ്. തോമസ് ദിവസവും രാവിലെ എഴുന്നേൽക്കും. എല്ലാ ദിവസവും ഒരുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അവന് ഈ ലൈഫ് മടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം അവൻ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്നും ഒരു പ്രത്യേകതരം ശില്പം അവന് കിട്ടുകയാണ്. അതിലേക്ക് തന്നെ അവൻ സൂക്ഷ്മമായിട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അതായത് യുദ്ധമെല്ലാം കഴിഞ്ഞു തോമസ് ഇപ്പൊ താമസിക്കുന്നത് ആ ഒരു ബങ്കർ ല്ല, പകരം ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ്. അവനെ പോലെ തന്നെ വേറെയും കുറെ ആളുകൾ ആ അഭയാർത്ഥി ക്യാമ്പിലുണ്ട്. അതുപോലെ തോമസിന്റെ കൈകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവൻ തന്നെ ഈ ടേപ്പ് ഉപയോഗിച്ച് അവന്റെ രണ്ട് കൈകളും പരസ്പരം കെട്ടിയിരിക്കുകയാണ്. അതിപ്പോ അവൻ മുറിച്ചു കളഞ്ഞു. പിന്നീട് കുറെ ദിവസമായിട്ട് അവൻ പണിയെടുത്തുണ്ടാക്കുന്ന കാശുണ്ടല്ലോ, അത് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അവൻ പോക്കറ്റിൽ വെക്കുകയാണ്. പിന്നീട് നേരെ മെയിൻ റോഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ അവനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ബംഗാളികൾ ജോലി കിട്ടാൻ വേണ്ടി ടൗണിൽ വന്ന് നിൽക്കില്ലേ, അപ്പൊ ആരെങ്കിലൊക്കെ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകും. സോ അതേ ഒരു സിസ്റ്റം തന്നെ. കുറെ ആളുകൾ നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ തോമസും പോയി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ടീം വന്നിട്ട് അവരെ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ഡെയിലി വേജിന് പണിയെടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഏത് പണിയും ഇവരെടുക്കും കേട്ടോ. അങ്ങനെ വൈകുന്നേരം വരെ തോമസ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. കാശ് കിട്ടി. ആ കാശ് അവന്റെ സമ്പാദ്യത്തിനോട് ചേർത്ത് വെച്ച് അവൻ നേരെ ക്യാമ്പിലേക്ക് പോവാണ്. അവൻ എന്തോ കാര്യമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അവന്റെ ലൈഫിൽ ആകെയുള്ളത് ഈ ഒരു സമ്പാദ്യം മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവന് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. കാരണം ക്യാമ്പിലേക്ക് വന്ന് കിടക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കണ്ണടച്ചാൽ അവന്റെ പാസ്റ്റ് ലൈഫിലെ പല കാര്യങ്ങളാണ് അവൻ ഓർമ്മ വരുന്നത്. ഇപ്പൊ തന്നെ പാസ്റ്റിലെ മറ്റൊരു കാര്യം സ്വപ്നമായിട്ട് അവൻ കാണുന്നുണ്ട്. അതായത് അവൻ ഗണ്ണും പിടിച്ച് അവിടെ അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. അവരെ കണ്ട പാടിന് തോമസ് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരരുത്, ഞാൻ ഷൂട്ട് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ബോർഡർ കടക്കരുത്, ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയണം. എന്നാൽ ആ സ്ത്രീ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നതിനിടയിൽ അവരവിടെ താഴെ വീണ് പോവാണ്. ബാക്കി എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കാണിക്കുന്നില്ല. പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന തോമസിനെ അവിടെയുള്ള ബാക്കിയുള്ള ആളുകൾ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. തോമസ് തോമസ് വേഗം എഴുന്നേൽക്ക്, ക്യാമ്പിന് തീ പിടിച്ചു എന്ന് പറയാണ്. വേഗം തന്നെ അവനും ചാടി എഴുന്നേൽക്കുകയാണ്. അവനാകെ ഞെട്ടിപ്പോയി. കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ എങ്ങനെയൊക്കെയോ കീശയിലിട്ട് കത്തി ആ ഒരു പുകയുണ്ടല്ലോ അതെല്ലാം ശ്വസിച്ചുകൊണ്ട് അവൻ പതിയെ പതിയെ പുറത്തേക്ക് പോവാണ്. പോകുന്ന സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ ബോധം കിട്ടി താഴേക്ക് വീഴുന്നുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് തോമസിന് യാതൊരു ഓർമ്മയില്ല. കണ്ണ് തുറക്കുമ്പോൾ അവനുള്ളത് ഒരു ആശുപത്രിയിലാണ്. ആരോഗ്യമെല്ലാം ഒന്ന് വീണ്ടെടുത്തതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന നഴ്സിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത്? ഇപ്പൊ ആ ഒരു നഴ്സ് പറയണത് അതാ ഒരു സിസ്റ്റർ ക്ലെയർ ഉണ്ടല്ലോ, അവരാണ്. പിന്നെ എല്ലാം ഓക്കെ ആയതിനു ശേഷം ആ സിസ്റ്ററിനോട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് ആ ചർച്ചിന്റെ അഡ്രസ്സും കണ്ടുപിടിച്ച് അവൻ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. മാത്രമല്ല അവന്റെ ബാഗ് ഇപ്പോൾ ആ ഒരു സിസ്റ്ററിന്റെ കയ്യിലാണ്. എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് അവന്റെ കയ്യിൽ സിസ്റ്റർ ആ ഒരു ബാഗ് കൊടുക്കുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെടുത്തിയതിന് നന്ദിയും ഈ തോമസ് പറയുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സിസ്റ്റർ തോമസിനോട് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അതേസമയം തന്നെ അവന്റെ ബാഗ് പരിശോധിക്കുന്നുണ്ട്. ഒരു പഴയ ഫോട്ടോ അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ബാഗ് പരിശോധിച്ചപ്പോൾ അവന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. എന്താ പറ്റിയെന്ന് സിസ്റ്റർ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറയണം. എന്നാലും അവന്റെ മുഖഭാഗത്ത് നിന്ന് സിസ്റ്ററിന് കാര്യം മനസ്സിലായി. പറ, എന്തോ 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 ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു, അത് പിന്നെ സിസ്റ്ററെ, എന്റെ ഈ ബാഗിൽ കുറച്ച് കാശുണ്ടായിരുന്നു, അത് കാണാനില്ല ഇപ്പോൾ. കാശുണ്ടായിരുന്നു, എനിക്കറിയില്ല കേട്ടോ മോനെ. എന്തായാലും ഇത് കേട്ട സമയത്ത് തോമസിന് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്. കാരണം ഒരുപാട് നാളായിട്ട് കാത്തു സൂക്ഷിച്ച കാശായിരുന്നല്ലോ അത്. എന്നാൽ ഇതേ നേരം തന്നെ ഈ സിസ്റ്റർ ചോദിക്കാണ്, അല്ല മോനെ, നീ ഒരു പട്ടാളക്കാരനായിരുന്നില്ലേ, യുദ്ധം എല്ലാം കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ? എന്നാൽ ഒന്നും പറയാതെ തോമസ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോവാണ്. എന്നാൽ അതേസമയം തന്നെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, നീ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ നടന്നിട്ട് എന്താ കാര്യം, നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? ഇപ്പം നടന്നുകൊണ്ടിരുന്ന തോമസ് അവിടെ നിൽക്കുകയാണ്. നേരെ സിസ്റ്ററിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവന് സഹായം ആവശ്യമുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ജോലി, അതാണിപ്പോൾ വേണ്ടത്. അങ്ങനെ സിസ്റ്റർ ക്ലെയർ അവനെയും കൂട്ടിക്കൊണ്ട് മറ്റൊരാളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു പെൺകുട്ടി മാത്രമേ അവിടെയുള്ളൂ. ഇപ്പം ആ ഒരു വീടിന്റെ അടുത്തേക്ക് എത്തി. അതേസമയം തന്നെ സിസ്റ്റർ ക്ലെയർ പറയുന്നുണ്ട്, മോനെ, ഓരോരുത്തരുടെ ലൈഫിലും ഓരോ പർപ്പസുകൾ ഉണ്ടാവും, ഇതാണ് നിന്റെ പർപ്പസ് എന്ന് നീ വിചാരിച്ചോ? എന്തായാലും അവൻ സിസ്റ്ററുടെ കൂടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വീടാണെങ്കിലും ഉള്ളിലേക്ക് കയറിയപ്പോൾ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ചുമരിന്റെ പല ഭാഗങ്ങളിലും ഈ ഈർപ്പ് ഇറങ്ങിയിട്ട് കറുത്ത് നിറമായിട്ടുണ്ട്. പല ഭാഗത്തും ലീക്കേജുകളുണ്ട്. താമസിക്കാൻ അത്ര നല്ല അവസ്ഥയിലല്ല ഈ വീടുള്ളത്. ഉള്ളിലേക്ക് പോയ സിസ്റ്റർ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ വിളിക്കുകയാണ്. അവളുടെ പേര് മാഗ്ഡ എന്നാണ്. ഈ സിസ്റ്റർ അവളോട് സംസാരിക്കുന്ന സമയത്ത് യാതൊരു താല്പര്യമില്ലാതെ ജീവിതത്തിനോട് വെറുപ്പ് വന്നൊരു മനുഷ്യനെ പോലെയാണ് അവൾ സംസാരിക്കുന്നത്. അത്രയും അവൾ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഗ്ഡയോട് സിസ്റ്റർ പറയാണ്, നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ മാഗ്ഡയ്ക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. വേണ്ട സിസ്റ്ററെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സിസ്റ്റർ പറയാണ്, ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയിൽ ഒരാൾ ആവശ്യമാണ്.
മോളെ നീ പ്രതീക്ഷ കൈവിടല്ലേ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് നേരെ താഴേക്ക് വരികയാണ്. അതുപോലെ തന്നെ മാഗ്ഡ ഉണ്ടാക്കിയ ഒരു കേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ നമ്മുടെ തോമസിന് കൊടുക്കണം. എന്നിട്ട് തോമസിനോട് പറയണത് ഇവളുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ തോമസെ, നീ ഇവളെ ഒന്ന് സഹായിക്കണം. ഈ വീട് ആകെ വൃത്തികേടായി കിടക്കുകയാണ്, ഒന്ന് നന്നാക്കാൻ നീ അവളെ ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അവളുടെ അമ്മയ്ക്ക് തീരെ വയ്യ, മുകളിലാണുള്ളത്, എപ്പോഴും വല്ലാത്തൊരു വേദനയാണ്, അവൾ ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ നീ കൂടെ നിന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണം. ഇതേ നേരം തന്നെ മാഗ്ഡയുടെ അമ്മയാണെങ്കിൽ മുകളിൽ നിന്നും വേദന സഹിക്കാൻ കഴിയാതെ കരയുന്നുണ്ട്. അതെല്ലാം ഇപ്പൊ തോമസ് കേൾക്കുന്നുണ്ട്. മാത്രമല്ല മാഗ്ഡ ഉണ്ടാക്കിയ ആ ഒരു ചെറിയ കേക്ക് ഉണ്ടല്ലോ, അത് അവൻ കഴിക്കുകയാണ്. എന്തൊരു രുചിയാണ്, അവനത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നീട് മഗ്ഡയുടെ കൂടെ നേരെ മുകളിലേക്ക് പോയിട്ട് വീടൊക്കെ ഒന്ന് കാണുകയാണ്. അതേസമയം തന്നെ അവനൊരു കാര്യം മനസ്സിലായി, ഈ പെൺകുട്ടിക്ക് ഇവൻ ഇവിടെ നിൽക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ താഴേക്ക് വന്ന് സിസ്റ്റർ ക്ലെയറിനോട് ഈ കാര്യം പറയാണ്. അവൾക്കെന്തോ ഞാനിവിടെ നിൽക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല തോന്നുന്നു. ഇപ്പൊ സിസ്റ്റർ പറയാണ് അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, ആരെയും ഇവിടെ നിർത്താൻ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവളുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നീട് തോമസ് നോക്കുന്ന സമയത്ത് ഈ മഗ്ഡയുടെ കൈ ഉണ്ടല്ലോ, അതിലാരോ കടിച്ചിരിക്കുകയാണ്. മിക്കവാറും അത് അവളുടെ അമ്മ തന്നെയായിരിക്കും. അതായത് ഒരുപാട് സഹിച്ച് ഒരു ദുരിതം പിടിച്ച ലൈഫാണ് അവൾ ജീവിച്ച് തീർക്കുന്നത്. രണ്ടും കൽപ്പിച്ച് അവളുടെ കൂടെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് തോമസ് വിചാരിക്കുകയാണ്. എന്തായാലും അവൻ നിൽക്കാമെന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സിസ്റ്റർ ക്ലെയർ അവിടുന്ന് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കടന്നു പോവാണ്. രാത്രിയായിട്ടുണ്ട്, നല്ല ഇരുട്ടായി. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇടാൻ വേണ്ടി ഓരോ സ്വിച്ചും ഈ തോമസ് ഞെക്കുന്ന സമയത്ത് ഒരു ബൾബും കത്തുന്നില്ല. ഈ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതേ നേരം തന്നെ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ മഗ്ഡ വരികയാണ്. മാത്രമല്ല ഫുഡും അവളുടെ കയ്യിലുണ്ട്. അപ്പൊ തന്നെ തോമസ് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിലെന്താ കറണ്ടൊന്നുമില്ലേ, മെഴുകുതിരിയുടെ വെളിച്ചത്തിലാണോ നീ ജീവിക്കുന്നത്? ഇതേ സമയത്ത് തന്നെ മഗ്ഡ പറയണം, അത് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, എന്റെ അമ്മയ്ക്ക് വല്ലാത്ത വേദനയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. വേദന സഹിക്കാൻ കഴിയാതെ ചില സമയത്ത് അവർ ആത്മഹത്യ ചെയ്യാൻ നോക്കും. അതിനുവേണ്ടി അവർ ആദ്യം ചെയ്യുക ഇലക്ട്രിസിറ്റി വയറുണ്ടല്ലോ, അത് പിടിച്ച് കടിക്കലാണ്. അമ്മ ആ ഒരു കാര്യം ചെയ്യാതിരിക്കാനാണ് ഈ വീട്ടിലെ കറണ്ട് സപ്ലൈ ഞാൻ കട്ട് ചെയ്തത്. എന്തായാലും നിങ്ങൾ ഫുഡ് കഴിക്കുന്ന പറയാണ്. തോമസ് പിന്നീട് മഗ്ഡ ഉണ്ടാക്കി അവർ ഫുഡ് കഴിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തൊരു രുചി, ആസ്വദിച്ച് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അതിന്റെ വെള്ളം വരെ അവൻ കുടിക്കുകയാണ് കേട്ടോ. അത്രക്കും രുചിയുണ്ടായിരുന്നു ആ ഭക്ഷണത്തിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മഗ്ഡയോട് തോമസ് ചോദിക്കുന്നുണ്ട്, അല്ല ഇത്രയും ബുദ്ധിമുട്ടി നീ എന്തിനാ നിന്റെ അമ്മയെ നോക്കുന്നത്, ഇതിനൊരു ചികിത്സയും കാര്യങ്ങളൊന്നുമില്ലേ? ഇതേ സമയത്തിന് മഗ്ഡ പറയുന്നത്, എന്റെ ചെറിയ പ്രായത്തിൽ അമ്മ എന്നെ നന്നായിട്ട് നോക്കിയില്ലേ, അപ്പൊ അമ്മയെ ഞാൻ അതുപോലെ തിരിച്ച് നന്നായിട്ട് നോക്കണ്ടേ? മാത്രമല്ല ചികിത്സിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല, മാറ്റം വരാൻ പോകുന്നില്ല. എന്തായാലും ഇത് കേട്ട് ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തോമസ് അവന്റെ മുറിയിലേക്ക് പോവാണ്. അവിടെയും അത്യാവശ്യം ഇരുണ്ട് കിടക്കുകയാണ് കേട്ടോ, കറണ്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് മെഴുകുതിരി വിളിച്ച് മാത്രമേ ഉള്ളൂ. കിടക്കുന്നതിന് മുന്നേ അവൻ അവന്റെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എന്തോ വല്ലാത്തൊരു ദുഃഖം അവന്റെ മനസ്സിലുണ്ട്. മാത്രമല്ല കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് അവന്റെ കൈ ആ ഒരു കട്ടിലിനോട് കെട്ടിയിട്ടാണ് അവൻ കിടക്കുന്നത്. എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അതുപോലെ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആ കട്ടിൽ ഒരു സിമ്പിൾ കാണുന്നുണ്ട്. ആ സിമ്പിളിലേക്ക് അവൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവന്റെ ചില പഴയ കാര്യങ്ങൾ അവൻ ഓർമ്മ വരുന്നുണ്ട്. അതായത് അവൻ കാവൽ നിൽക്കുന്ന സമയത്ത് ആ ബങ്കറിന്റെ അടുത്തേക്ക്, അതായത് ബോർഡറിന്റെ ഭാഗത്തേക്ക് ഒരു സ്ത്രീ ഓടി വന്നില്ലേ, കരഞ്ഞോണ്ട് ആ സ്ത്രീ ഓടി വന്ന സമയത്ത് കാല് തെറ്റി അവരെ നിലത്ത് വീണ് അവരുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ സ്ത്രീയെ തോമസ് ബങ്കറിലേക്ക് എടുത്തു കൊണ്ടുവന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധം വന്നത് കേട്ടോ. എന്നാൽ എഴുന്നേറ്റ പാട് തന്നെ തോമസിനെ കണ്ട് ആ സ്ത്രീ വല്ലാതെ പേടിച്ചു പോവാണ്. അവര് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ, ഏയ് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, ആദ്യം നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാണ് ഈ ബോർഡർ കിടക്കാൻ നോക്കിയത്, അതുപോലെ നിങ്ങളുടെ പേരെന്താണ്? ഇപ്പൊ ആ ഒരു സ്ത്രീ പറയണം, എന്റെ പേര് മറിയം എന്നാണ്, അതുപോലെ എന്റെ മകൾ അപ്പുറത്താണുള്ളത്, മകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നിന്നത്. ഇപ്പൊ തോമസ് പറയണ, ഒരു കാര്യം ചെയ്യും, ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകല്ലേ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും പട്ടാളക്കാർ നിങ്ങളെ കണ്ടാൽ വെടിവെച്ച് കൊന്നുകളയും. അതുകൊണ്ട് ഈ യുദ്ധമൊക്കെ ഒന്ന് കഴിയട്ടെ, മിക്കവാറും 1 മാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകും. മാക്സിമം മരിക്കാതിരിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്കൊരു മകളുള്ളതല്ലേ, അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കുന്നു പറയാണ്. അങ്ങനെ മറിയം ഭക്ഷണം എല്ലാം കഴിച്ച് പിന്നീട് വിശ്രമിക്കുകയാണ്. അവൾ പിന്നീട് ആ ഒരു ബങ്കറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് പട്ടാളക്കാർ ആയുധങ്ങളുമായിട്ട് അതിലൂടെ പോകുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ മറിയത്തിന് വല്ലാതെ പേടിയാവുകയാണ്. അതുപോലെ തന്നെ മറിയം അവിടെ ഇരിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾക്കിടയിലായിട്ട് തോമസിന് അന്ന് കിട്ടിയ ഒരു ചെറിയ ശില്പുണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരുന്നു. അതും ഇപ്പൊ മറിയം കാണുന്നുണ്ട്. പെട്ടെന്ന് സീൻ കട്ടാവുകയാണ്. അതായത് സ്വപ്നത്തിലൂടെ ഇതെല്ലാം വീണ്ടും നമ്മുടെ തോമസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. അതായത് മുകളിലൂടെ പെരിച്ചാഴി എലി അതുപോലെ എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നത് പോലെ, എന്തോ ഒരു വല്ലാത്ത നിലവിളിയും. ആകെ മൊത്തം വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിന്റെ ഉള്ളിൽ. അവൻ എന്തായാലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പതിയെ എഴുന്നേൽക്കുകയാണ്. നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. മഗ്ഡയുടെ അമ്മയെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, അതിന്റെ ഉള്ളിലേക്ക് അവൻ അങ്ങനെ നോക്കുന്നുണ്ട്. കാരണം ആ മുറിയുടെ ഉള്ളിൽ നിന്നും വല്ലാത്തൊരു കരച്ചിലും മുരളലും നിരങ്ങലും ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. എന്തായാലും ആ വാതിലിന്റെ കീ ഹോളിന്റെ ഉള്ളിലൂടെ നോക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ചൊന്നും അവൻ കാണുന്നില്ല. ഇതേ സമയം തന്നെ അവൻ ഈ നോക്കുന്ന കാര്യം മഗ്ദയും കാണുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നോക്കട്ടെ എന്ന് അവളും വിചാരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ അവിടെ. അവളുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നു, അത്ര തന്നെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി.
രാവിലെ ആയപ്പോൾ തന്നെ തോമസ് ആ ഒരു വീടിന്റെ ചുറ്റും നടന്നു നോക്കുകയാണ്. അതായത് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു സാധാരണ വീടല്ല എന്ന് അവന് നന്നായിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ മുകളിലെ ജനലുകൾ മുഴുവൻ ഉണ്ടല്ലോ, അതിൽ മുഴുവൻ പേപ്പർ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടക്കാതിരിക്കാനായിട്ട്. അങ്ങനെ ആ ഒരു വീട് ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം നേരെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ മാഗ്ഡ ചോദിക്കുകയാണ് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, ഞാൻ വേണമെങ്കിൽ വേഗം ഉണ്ടാക്കാന്ന് പറയണം. അപ്പൊ തന്നെ തോമസ് പറയുന്നുണ്ട് വേണ്ട വേണ്ട, ഞാൻ ഇപ്പൊ കഴിച്ചതല്ലേ ഉള്ളൂ, എന്നാ പിന്നെ ഒരു ചായ ഉണ്ടാക്കി തരാമെന്ന് ഇപ്പൊ മാഗ്ഡ പറയാണ്. ഇതേ സമയം തോമസ് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവർ എത്ര നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടാണ് എന്നെ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഇവിടെ ചെയ്തു കൊടുക്കണം. ഒരു കാര്യം ചെയ്യാം, ക്ലീനിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റിലേക്ക് പോവാണ്. ടോയ്ലറ്റൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇതിന്റെ പല ഭാഗത്തായിട്ട് കറുത്ത നിറത്തിലുള്ള എന്തോ ഒരു പശ പോലൊരു സാധനം ഇവൻ കാണുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും വേഗം തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ താഴത്തെ ആ ഒരു പൈപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെയും കട്ടകട്ടയായിട്ട് ഈ കളർ കാണുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തോമസ് അതിലൊന്ന് തൊടാൻ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മഗ്ദ വന്നിട്ട് അവന്റെ കൈ തട്ടി മാറ്റാണ്. നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ? അങ്ങനെ പറയാത്ത കാര്യമൊന്നും ചെയ്യണ്ട കേട്ടോ. ഇതും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകണം. മാത്രമല്ല അവളുടെ കയ്യിൽ ഒരു തുണി ഉണ്ടായിരുന്നു, അത് താഴേക്ക് വീഴുന്നുണ്ട്. ആ വെള്ള തുണിയിൽ കുറച്ച് രക്തവും ഉണ്ടായിരുന്നു. അവളുടെ അമ്മയ്ക്ക് എന്തൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരികയെന്ന് അവന് മനസ്സിലായി. പിന്നീട് ആ തുണി വാഷ് ചെയ്യാൻ വേണ്ടി മഗ്ദ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് തോമസ് വിചാരിക്കുകയാണ്, ശരിക്കും ഇവൾക്ക് എന്താ പറ്റിയത്? ചിലപ്പോൾ ഇവിടെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കാരണം, സ്ട്രെസ് കാരണമായിരിക്കും ഇവളിങ്ങനെ പെരുമാറുന്നത്. എന്തായാലും ഇവിടുത്തെ ടാങ്ക് ഒന്ന് പരിശോധിക്കണം. കാരണം ഇവിടുത്തെ ഈ കറുപ്പ് നിറത്തിനെല്ലാം കാരണം ടാങ്കിലെ ആ ഒരു വെള്ളമായിരിക്കും. അങ്ങനെ മുകളിലേക്ക് പോയപ്പോൾ അവിടെയും ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ക്ലോസറ്റിന്റെ ആ ഒരു ഫ്ലഷർ അത് തുറന്നു നോക്കുമ്പോൾ അതിലെ വെള്ളവും വല്ലാത്ത കട്ട കറുപ്പ് നിറം. ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിലേക്ക് അവനൊരു ലിക്വിഡ് ഒഴിച്ച് ഒന്ന് ഫ്ലഷ് ചെയ്യാണ്. ഫ്ലഷ് ചെയ്ത സമയത്ത് ആ ഒരു ക്ലോസറ്റിൽ എന്തോ ഒന്ന് കണ്ട് അവനൊന്ന് ഞെട്ടിപ്പോവാണ്. ഈ പല്ലും നഖമൊക്കെ ഉള്ള എന്തോ ഒരു ജീവി. ഇപ്പൊ ആ ഒരു വെള്ളം പോയി കഴിഞ്ഞപ്പോൾ തോമസ് അതിനെ പതിയെടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. അതിന്റെ ആ ഒരു രൂപം കണ്ട് ഒരു വല്ലാത്ത ഫീൽ ആവുകയാണ് അവന്. അതായത് കണ്ടാലൊരു വവ്വാലിനെ പോലെയാണ്, എന്നാൽ കറുത്ത നിറമല്ല, രോമമൊന്നുമില്ലാത്ത തൊലി പൊളിച്ചു കളഞ്ഞ രീതിയിലുള്ള ഒരു വവ്വാല്. പെട്ടെന്ന് അതിന് ജീവൻ വരുന്നുണ്ട്. അവന് മാന്താനും കടിക്കാനൊക്കെ നോക്കുകയാണ്. പേടിച്ചു പോയ തോമസ് ഒന്നും നോക്കിയാൽ അതിനെ ചവിട്ടി പീച്ചി കൊന്നുകളയാണ്. ഇത് കണ്ട് അങ്ങോട്ടേക്ക് മഗ്ദ വരുന്നുണ്ട്. മഗ്ദയെ ആകെ പേടിച്ചു പോവാണ്. ഇതെന്താണ്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തെ ഞാൻ കാണുന്നത്. ഇപ്പൊ തോമസ് പറയണ പേടിക്കൊന്നും വേണ്ട, ഏതോ ഒരു വവ്വാല് വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നതാണ്, ഇത് കാരണമാണ് ഈ വെള്ളമൊക്കെ ഇങ്ങനെ നാശമായത്, കുഴപ്പമില്ല നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് പറയണം. അങ്ങനെ രാത്രിയായി. ഇപ്പൊ മഗ്ദ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുകയാണ്. തോമസ് അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ തോമസിന് തോന്നുന്നുണ്ട് ഇതൊരു വല്ലാത്തൊരു സ്ത്രീ തന്നെയാണ്, ഒരു പാവം, ഒരുപാട് സഹിച്ച് ഒരുപാട് ദുരന്തങ്ങളൊക്കെ അനുഭവിച്ച് കഷ്ടപ്പെട്ടങ്ങനെ ജീവിക്കുകയാണ്. എന്തായാലും അവളുണ്ടാക്കിയ ആ ഒരു നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് അവൻ കിടന്നുറങ്ങാൻ പോവാണ്. ആ സമയത്ത് വീണ്ടും പഴയ ചില കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നുണ്ട്. അതായത് അവന്റെ ബംഗറിൽ ഇപ്പൊ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മറിയം. അന്ന് അവൻ കാട്ടിൽ പണിയെടുക്കുമ്പോൾ കിട്ടിയ ഒരു മരപ്പാവ ഉണ്ടല്ലോ, അത് മറിയത്തിന് കിട്ടി. മറിയത്തിനോട് ഇതെന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ മറിയം പറയാണ് ഇതൊരു ദേവതയാണ്, സ്ത്രീകളെ കാക്കുന്ന ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ എന്ന് പറഞ്ഞ ഒരു ദേവത. പിന്നീട് ഇവിടെ വെച്ച് സീൻ കട്ടായി പ്രസന്റ് ടൈമിൽ തന്നെ കാണിക്കുകയാണ്. ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. മാഗ്ഡ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ തോമസിനോട് ചോദിക്കുകയാണ് നീയും വരുന്നുണ്ടോ? അപ്പൊ തോമസ് പറഞ്ഞു ഓക്കെ ഞാനും വരാം. അങ്ങനെ രണ്ടുപേരും കൂടെ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് തോമസ് ചോദിക്കുകയാണ് ഈ വീട് അത് ശരിക്കും നിങ്ങളുടേതാണോ? ആരാണ് ഇത്രയും വലിയൊരു വീട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്? ഇപ്പൊ മഗ്ദ പറയണേ ഇതെന്റെ വീടൊന്നും അല്ല കേട്ടോ, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, നല്ലൊരു സുഹൃത്താണ്. സത്യം പറഞ്ഞാൽ അവന്റെയാണ് ഈ ഒരു വീട്. എന്നാൽ കുറച്ച് ദിവസം മുന്നേ അവനെ കാണാതായി. അപ്പൊ അവൻ വരുന്നത് വരെ തൽക്കാലം ഞാനും എൻ്റെ അമ്മയും ഇവിടെ താമസിക്കാന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോ എൻ്റെ ആ ഒരു ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ അവിടെ വിട്ട് ഇറങ്ങേണ്ടി വരും. പഴയതുപോലെ തന്നെ തെരുവിൽ പോയി കിടക്കേണ്ടി വരും. എനിക്ക് സത്യത്തിൽ വീടൊന്നുമില്ല എന്ന് പറയാം. എന്നാൽ ഇത് കേട്ടപ്പോൾ തോമസിന് വീണ്ടും അവളോട് വല്ലാത്തൊരു എന്താ പറയുക കരുണ തോന്നുകയാണ്, വല്ലാത്തൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാൻ വിടണ്ട, അവളെ നന്നായിട്ട് നോക്കാം, സഹായിക്കാം. പതിയെ പതിയെ അവളോടുള്ള ആ ഒരു കരുണയുണ്ടല്ലോ അതൊരു പ്രണയമായിട്ട് മാറുകയാണ് തോമസിൻ്റെ ഉള്ളിൽ. പിന്നീട് വീട്ടിലേക്ക് വന്ന് ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്തൊക്കെ അവൾ അറിയാതെ തന്നെ തോമസ് അവളെ നോക്കുന്നുണ്ട്. എന്നാൽ അവൾ ഇത് കാണുന്നുണ്ട് കേട്ടോ. അവൾക്കും അറിയാതെ ഒരു ഇഷ്ടം അവനോട് തോന്നുന്നുണ്ട്. ആരുമില്ലാതെ ഒരുപാട് നാൾ ഒറ്റയ്ക്ക് ജീവിച്ചൊരു പെൺകുട്ടിയല്ലേ, അവൾക്കും ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സോ അവളും ചെറുതായിട്ട് അവനോടൊരു ഇഷ്ടമടുപ്പൊക്കെ കാണിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ തോമസിന് ഒരു കാര്യം തോന്നുകയാണ്, ഇവിടെ വന്നതിന് ശേഷം കാര്യമായിട്ടൊരു ജോലിയും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. മുകൾ ഭാഗത്തെ സീലിംഗ് എല്ലാം നോക്കുമ്പോൾ എല്ലാം വെള്ളം ഇറങ്ങിയിട്ട് ആകെ പൊളിയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് പഴയ പെയിന്റ് ഒക്കെ അടർന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഒരു ഏണി വെച്ച് കയറി അതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കുത്തി പൊളിച്ച് കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എന്നാൽ ആ പെയിന്റ് പതിയെ പതിയെ തട്ടിക്കളഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഷെല്ല് അവൻ കാണുന്നത്. അതായത് ഈ കല്ലുമ്മക്കായ കക്ക ഇതിൻ്റെയൊക്കെ ആ ഒരു ഷെല്ലുണ്ടല്ലോ, അതുപോലൊരു ഷെല്ല്. എന്നാൽ ആ ഷെല്ല് കണ്ടപാട് തന്നെ ഒന്ന് പേടിച്ചു പോയ തോമസ് താഴേക്ക് വീഴാണ്. താഴേക്ക് വീണ് അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഷെല്ലൊന്നും അവിടെ കാണാനില്ല. ഈ വെള്ളം വീണ് പൂപ്പൽ വന്ന് ഒരു പ്രത്യേക പാടായില്ലേ, ആ പാട് കണ്ട് അവൻ സ്വയം ഇമാജിൻ ചെയ്തതാണ്. അതായത് നമ്മൾ ആകാശത്തിൽ ഓരോ മേഘങ്ങളൊക്കെ കാണുമ്പോൾ ആ മേഘത്തിൽ നമ്മൾ ഓരോ രൂപങ്ങളെ കാണാൻ ശ്രമിക്കില്ലേ, അതുപോലെ. എന്തായാലും താഴേക്ക് വീണ് പേടിച്ചിരിക്കുന്ന തോമസിന്റെ അടുത്തേക്ക് മഗ്ദ വരുന്നുണ്ട്. എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആദ്യമൊക്കെ തോമസ് ഒന്നുമില്ലാന്ന് പറഞ്ഞെങ്കിലും മഗ്ദ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ തോമസ് പറയണം അത് പിന്നെ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷെല്ല് പോലെ എന്തോന്ന് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് പഴയ യുദ്ധങ്ങളെ
കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു, അതാ പെട്ടെന്ന് പേടിച്ചു പോയത്. ഇപ്പം മഗ്ദ പറഞ്ഞു, എനിക്കറിയാം നീ നല്ല ഡിസ്റ്റർബിംഗ് ആണെന്ന്. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് രണ്ടുപേർക്കും നമ്മളെ മൈൻഡ് ഒന്ന് മാറ്റിയാലോ. കുറേ നാളായിട്ട് ഞാനും വിചാരിക്കുന്നുണ്ട് പുറത്തെ ഒരു പബ്ബിലൊക്കെ പോകണം, ഒന്ന് ഡാൻസ് കളിക്കണം, ഇച്ചിരി ഡ്രിങ്ക്സ് എല്ലാം കഴിക്കണം. ഇതും പറഞ്ഞ് അവൾ 1-2 സ്റ്റെപ്പൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നാൽ ഇത് കണ്ട് ഒന്ന് ചിരിച്ച് തോമസ് പറയണം, ആഹാ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ, എന്തായാലും നമുക്കൊരു പബ്ബിലേക്ക് പോകാന്ന് പറയണം. എന്നാൽ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ബൾബ് കത്തിയത്. ആ ബൾബ് കത്തിയപാട് തന്നെ മഗ്ദ ഞെട്ടിപ്പോയി. അയ്യോ അമ്മ മുകളിലുണ്ട്. അതായത് കറണ്ട് വന്നാൽ അമ്മ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ, വയറ് പോയി കടിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നാ. എന്തായാലും പേടിച്ചോടി മഗ്ദ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. മുകളിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. ഇപ്പൊ തോമസ് വിചാരിക്കുകയാണ് എന്തായാലും ഇന്ന് മുകളിലേക്ക് പോകണം, അവളുടെ അമ്മ ഒന്ന് നേരിട്ട് കാണണം. അങ്ങനെ തോമസ് നേരെ മുകളിലേക്ക് പോയപ്പോൾ ഈ മഗ്ദയുണ്ടല്ലോ ഇരുട്ട് മൂടിയ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് അവളുടെ അമ്മയോട് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അമ്മേ പ്ലീസ് ഒന്നും ചെയ്യല്ല അമ്മേ. അങ്ങനെ കെഞ്ചിക്കൊണ്ട് അവൾ സംസാരിക്കുമ്പോൾ തോമസ് പതിയെ അങ്ങോട്ടേക്ക് പോയി ആ ഇരുട്ടിലുണ്ടായിരുന്ന അവളുടെ അമ്മയുടെ ആ ഒരു രൂപത്തെ നേരിട്ട് കാണുക. ശരിക്കും അവൻ ഞെട്ടിപ്പോയി. അതായത് എന്തോ ഒരു രോഗമാണ് എന്നാണ് അവൻ വിചാരിച്ചത്, ചെറുതായിട്ട് ഭ്രാന്തും. എന്നാൽ അതൊന്നുമല്ല, വളരെ ഭീകരമായ രൂപത്തിലേക്ക് അവളുടെ അമ്മയുടെ രൂപം മാറിയിട്ടുണ്ട്. ശരീരത്തിൽ മുഴുവനും വൃത്തികെട്ട വ്രണങ്ങളും വൃത്തികെട്ട നാറ്റുമൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത രൂപം. അവന് വല്ലാതെ പേടിയായി അത് കണ്ടപ്പോൾ. ഇതേ സമയം തന്നെ മഗ്ദ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ വേഗം വന്നിട്ട് മഗ്ദയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. ശ്വാസം കിട്ടാതെ മഗ്ദയാണെങ്കിൽ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ തോമസ് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ അമ്മയുടെ കയ്യിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി നേരെ റൂമിന്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മഗ്ദ വേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് തോമസ് ആണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാണ്. സത്യം പറ, ഇവിടെ എന്ത് നടക്കുന്നത്? ഇപ്പൊ മഗ്ദ പറയണ, അറിയാലോ എന്റെ അമ്മ എപ്പോഴും മരിക്കാൻ ശ്രമിക്കും, അതുകൊണ്ട് ഇപ്പൊ എന്തോ ചെയ്യാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. ഇപ്പൊ തോമസ് പറയണേ, എനിക്ക് അറിയേണ്ടത് അതൊന്നുമല്ല, നിന്റെ അമ്മയ്ക്ക് എന്താണ് അസുഖം? എന്നാൽ അത് പറയാൻ മഗ്ദക്ക് എന്തോ ഒരു മടി പോലെ. അതുകൊണ്ട് തന്നെ തോമസ് പറയണേ, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗ് എടുത്ത് ഒരൊറ്റ നടത്താണ്. നടക്കുമ്പോഴൊക്കെ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ, ഒരു ഗിൽട്ട്, എന്താണെന്നറിയില്ല. കടൽ തീരത്ത് പോയിട്ട് കുറേ നേരം അങ്ങോട്ടേക്ക് തന്നെ അവൻ നോക്കി നിൽക്കുകയാണ്. അവന്റെ ഉള്ളിൽ ആ ഒരു സ്ട്രെസ് ആണെങ്കിൽ അവന് സഹിക്കാനും കഴിയുന്നില്ല. ഇതേ നേരം തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് അവൻ ബങ്കറിലായിരിക്കുന്ന സമയത്ത് അവന്റെ അടുത്തേക്ക് വന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മറിയം, കുറച്ച് ദിവസമായിട്ട് അവന്റെ കൂടെ തന്നെയാണ്. ഇപ്പൊ തോമസ് തുണിയെല്ലാം അലക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മറിയം വരികയാണ്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് മറിയം ചോദിക്കുമ്പോൾ ഹെൽപ്പൊന്നും ആവശ്യമില്ല എന്ന് പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ മകൾ മാത്രം എങ്ങനെയാണ് ബോർഡറിന്റെ അപ്പുറത്തേക്ക് പോയെന്ന് തോമസ് ചോദിച്ചപ്പോൾ മറിയം പറയാണ്, അത് പിന്നെ എന്റെ ഹസ്ബൻഡാണ് മകളെ കൊണ്ടുപോയത്, ഒരാളെ മാത്രമേ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എന്റെ ഭർത്താവ് മകളെ മാത്രം കൊണ്ടുപോയി. ഇപ്പൊ തോമസ് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞായിരുന്നു, പക്ഷേ ഡിവോഴ്സ്ഡ് ആണെങ്കിൽ എന്തിനാണ് കയ്യിൽ ഇപ്പോഴും ആ ഒരു റിംഗ് ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ മറിയത്തിന് എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാണ്. എന്നാലും അവൻ ചോദിച്ചതല്ലേ, പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. മാത്രമല്ല തോമസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങളെ ഇതിനു മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആ മാളുണ്ടല്ലോ അവിടെ നിങ്ങൾ ജോലി ചെയ്തിട്ടില്ലേ? അത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെ എന്നെ കണ്ടെന്ന് ചോദിക്കുമ്പോൾ തോമസ് പറയാണ്, സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാറുണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ നിങ്ങളെ കണ്ടത്. എന്തായാലും ഇവിടെ വെച്ച് വീണ്ടും ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് അടുത്ത സീനിൽ പ്രസന്റ് ടൈമിൽ കാണിക്കുകയാണ്. അതായത് മഗ്ദയെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് തോമസ് അവിടെ നിന്ന് പോയെങ്കിലും അവൻ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. മഗ്ദ ഇപ്പോൾ എന്തോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തോമസിനെ കണ്ടപാടിനെ മഗ്ദ പറയണേ, എനിക്കറിയായിരുന്നു നീ എന്തായാലും തിരിച്ചു വരുമെന്ന്. ഇപ്പോൾ തോമസ് പറയണം, അത് പിന്നെ ഇവിടെ കുറേ ക്ലീൻ ചെയ്യാല്ലേ, അതെന്തായാലും ചെയ്തു തീർക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല, അതുപോലെ നീ ഒരു പബ്ബിലേക്ക് പോകണമെന്ന് പറഞ്ഞല്ലേ, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ തോമസ് മഗ്ദയും കൂട്ടി ആ ഒരു പബ്ബിലേക്ക് പോവാണ്. നന്നായിട്ട് ഡാൻസ് കളിച്ച് കള്ളു കുടിച്ച് ഇവർ എൻജോയ് ചെയ്യാണ്. അവസാനം മഗ്ദയെ ചേർത്ത് പിടിച്ച് അവനൊന്ന് കിസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തോമസിന് തന്നെ എന്തോ പോലെ തോന്നുകയാണ്. തോമസ് തന്നെ മഗ്ദയെ തള്ളി മാറ്റിയിട്ട് ആ ബാറിൽ നിന്നും അവന് പുറത്തേക്ക് ഓടുകയാണ്. അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവനത് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിലെ ഭാരങ്ങൾ ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവൻ നേരെ സിസ്റ്റർ ക്ലെയറിനെ കാണാൻ വേണ്ടി പോവാണ്. അവിടെ എത്തി തോമസിന് മര്യാദക്ക് സംസാരിക്കാൻ കഴിയില്ല, ഉള്ളിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളതുപോലെ. തോമസ് പറയണ, സിസ്റ്ററെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒരു ചീത്ത മനുഷ്യനൊന്നുമല്ല, എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. ഇപ്പൊ സിസ്റ്റർ ക്ലെയർ പറയണം, മോനെ ആരും നല്ലവരൊന്നുമല്ല, ചെറിയ തെറ്റുകൾ ആരായാലും ചെയ്തു പോയിട്ടുണ്ടാവും, എന്തായാലും നിനക്ക് എന്തോ ഈ നാട് അത്ര കണ്ട് പറ്റുന്നില്ല തോന്നുന്നു, നിനക്ക് ഇവിടെ പറ്റില്ലെങ്കിൽ ഈ നാട് വിട്ട് നീ പോ, മറ്റെവിടെയെങ്കിലും പോയിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. പക്ഷെ എന്തോ നമ്മുടെ തോമസിന് ഈ നാട് വിട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും സിസ്റ്ററോടൊന്ന് സംസാരിച്ച് മനസ്സൊക്കെ നോക്കിയതിനു ശേഷം അവൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. ക്ഷീണം കൊണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങി പോകുന്നുണ്ട്. എന്നാൽ വീണ്ടും സ്വപ്നത്തിൽ എന്തൊക്കെയോ അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ കൈകൾ കൊണ്ട് അവന്റെ മുഖം തന്നെ മാന്തി പറിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് തോമസ് അവന്റെ കൈകൾ ആ ടേപ്പ് വെച്ച് കെട്ടുന്നതെന്ന്? കാരണം അവൻ തന്നെ അവന്റെ മുഖം മാന്തി പൊളിക്കാറുണ്ട് പല സമയത്തും. എന്തായാലും ഇത് കണ്ട് അങ്ങോട്ടേക്ക് മഗ്ദ വരുന്നുണ്ട്. മഗ്ദയെ പിടിച്ച് തോമസ് തള്ളി മാറ്റുകയാണ്. അവൾ നിലത്ത് വീണ് ഒന്ന് കരഞ്ഞപ്പോഴാണ് തോമസിന് ബോധം തിരിച്ചു കിട്ടുന്നത്. അവൻ വേഗം തന്നെ മഗ്ദയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പേടിക്കേണ്ട, എനിക്കറിയാതെ പറ്റിപ്പോയതാ. എന്നാൽ അതിനുശേഷം മഗ്ദയോട് ഒന്ന് റൊമാൻസ് ചെയ്യാനായിട്ട് തോമസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും എന്തോ അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല. ഇതേ നേരം തന്നെ മഗ്ദ മുകളിലേക്ക്, അതായത് റൂമിന്റെ ആ ഒരു സീലിംഗ് ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് അറിയാതെ ഒന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കണ്ണ് കാണുകയാണ്. തോമസും അത് കാണുന്നുണ്ട്. അവനൊന്ന് പേടിച്ചു പോവാണ് കേട്ടോ. പിന്നെ ബാക്കി കഥ കേൾക്കുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം. ആ സീലിംഗിന്റെ ഓട്ടയിലൂടെ അവരെ നോക്കിയത് മറ്റാരും ആയിരുന്നില്ല, മഗ്ദയുടെ അമ്മ തന്നെയായിരുന്നു.
എന്തായാലും അവളുടെ അമ്മ സീലിംഗിലൂടെ താഴേക്ക് നോക്കിയില്ലേ, അത് കണ്ടപാട് തന്നെ മഗ്ദ നേരെ മുകളിലെ മുറിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അതിന്റെ ആ ഒരു കീഹോൾ ഉണ്ടല്ലോ, അതിലൂടെ അവളുടെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മേ, ഒന്നും വിചാരിക്കരുത്, അധിക ദിവസമൊന്നും അമ്മ ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് അറിയാം, എനിക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞാൽ എനിക്കൊരു ജീവിതം വേണ്ടേ, എനിക്കൊരു കൂട്ട് വേണ്ടേ. അമ്മ എന്താ അത് മനസ്സിലാക്കാത്തത്? അമ്മ എന്തിനാ ഇതിനെയൊക്കെ എതിർക്കുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു കീഹോളിലൂടെ നഖമാണോ കമ്പിയാണോ എന്നൊന്നും അറിയില്ല, എന്തോ ഒന്നിട്ട് കുത്താൻ ശ്രമിക്കുകയാണ്. അവളുടെ കണ്ണിൽ അത് തട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് തോമസിന് ഇത് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വരികയാണ്. അവരെന്തിനാ ഇത്ര അഗ്രസീവായിട്ട് പെരുമാറുന്നത്? എന്തായാലും പോലീസിന് ഈ ഒരു വിവരം അറിയിക്കണമെന്ന് പറയണം. എന്നാൽ മഗ്ദ പറയണം, പ്ലീസ് ഈ കാര്യം നീ ആരോടും പറയില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്തു എന്ന് പറയാം. മഗ്ദ അങ്ങനെ അപേക്ഷിച്ച് പറയുന്നത് പോലെ പറഞ്ഞപ്പോൾ തോമസ് പറയണം, ഇല്ല, ആരോടും ഈ ഒരു കാര്യം ഞാൻ പറയില്ല. പക്ഷെ നിന്റെ അമ്മ എനിക്കൊന്ന് നേരിട്ട് കാണണം, ഞാൻ ഒന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ആ വാതിൽ തുറന്ന് അവൻ ഉള്ളിലേക്ക് ചെന്ന് ഈ മഗ്ദയുടെ അമ്മയെ അവനിപ്പോൾ നോക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ചെന്ന് അവൻ നോക്കുന്നത് കേട്ടോ. എന്തോ ഒരു വല്ലാത്തൊരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് അവളുടെ അമ്മ കിടക്കുന്നത്. അവിടെ ആ ഒരു തറയിൽ കിടന്ന് എന്തൊക്കെയോ അതിങ്ങനെ ചെയ്യാണ്. മാത്രമല്ല അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഈ മഗ്ദയുടെ അമ്മയുടെ വയറുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങോട്ട് വീർക്കാൻ തുടങ്ങുകയാണ്. വീർത്ത് ആ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട്. ആ സാധനത്തിനെ കണ്ട് തോമസ് ഞെട്ടിപ്പോയി. കാരണം അന്ന് ആ ഒരു ഫ്ലഷിന്റെ ഉള്ളിൽ വെച്ച് കിട്ടിയില്ലേ, തൊലിയില്ലാത്തൊരു വവ്വാൽ രൂപം, അതുപോലത്തെ ഒരു സാധനമാണ് പുറത്തേക്ക് വന്നത്. മഗ്ദ അതിനെ കണ്ടപാടിന് അങ്ങോട്ടേക്ക് വന്ന് അതിനെ ചവിട്ടി കൊന്നുകളയാണ്. എന്നാൽ ഇത് കണ്ട തോമസിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ വേഗം തന്നെ ആ ഒരു വീട് വിട്ട് ഇറങ്ങി ഓടുകയാണ്. എങ്ങോട്ടേക്ക്? സിസ്റ്റർ ക്ലെയറിന്റെ അടുത്തേക്ക്. അവൻ കണ്ട കാര്യം, മനസ്സിലാക്കിയ കാര്യം എല്ലാം സിസ്റ്ററിനോട് പറയണം. ഈ സമയത്താണ് സിസ്റ്റർ ഒരു ഞെട്ടിക്കുന്ന കാര്യം അവനോട് പറയുന്നത്. മോനെ തോമസേ, ഞാൻ നിന്നോട് ചെറിയൊരു നുണ പറഞ്ഞു. അത് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു പെൺകുട്ടി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. സത്യത്തിൽ മുകളിൽ കിടക്കുന്ന ആ പ്രായമായ സ്ത്രീ അവളുടെ അമ്മയൊന്നുമല്ല, അതൊരു പിശാചാണ്. ഇപ്പൊ നീ കണ്ടില്ലേ, അതിന്റെ വയറ്റിൽ നിന്നും എന്തോന്ന് പുറത്തേക്ക് വന്നത്? അത് ഓരോ ഡീമൺസ് ആണ്, ആ പിശാചിന്റെ കുഞ്ഞുങ്ങളാണ്. സത്യത്തിൽ എങ്ങനെയോ മഗ്ദ ആ പിശാചിന്റെ കൺട്രോളിലായി പോയി. അതിന്റെ അടിമയാണ് അവള്. അവൾക്ക് ഒരിക്കലും അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ കഴിയില്ല. ഈ രഹസ്യം മറ്റാരോടും അവൾക്ക് പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണ്ടുപിടിച്ച് നിന്നെ അങ്ങോട്ടേക്ക് അയച്ചത്. അവിടെ നിന്ന് നീ രഹസ്യങ്ങൾ മനസ്സിലാക്കി അവളെ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടുത്തും എന്ന് ഞാൻ വിചാരിച്ചു. നിന്നെ കൊണ്ട് ആ ഒരു പിശാചിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടും, അവൾക്കൊരു ലൈഫ് ഉണ്ടാവും. ഇത് കേട്ട സമയത്ത് തോമസ് ഒരു കാര്യം തീരുമാനിക്കുകയാണ്, മഗ്ദയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അങ്ങനെ മഗ്ദയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എനിക്കെല്ലാം മനസ്സിലായി, അത് നിന്റെ അമ്മയല്ല, ഒരു പിശാചാണ്. ആ പിശാചാണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നതും എന്നെനിക്ക് മനസ്സിലായി. ഞാൻ നിനക്കൊരു വാക്ക് തരികയാണ്, അതിനെ ഞാൻ ഇല്ലാതാക്കും. ഞാൻ നിന്നെ സ്വന്തമാക്കും. നിന്റെ കൂടെ എനിക്ക് ജീവിക്കണം. എന്നാൽ ഇത് കേട്ട് പേടിച്ചു പോയ മഗ്ദ പറയണ, തോമസേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്കൊന്നും അതിന് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തോമസ് ഒരു കത്തിയെടുത്ത് രണ്ടും കൽപ്പിച്ച് നേരെ ആ റൂമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഓൾറെഡി ആ റൂമിന്റെ വാതിൽക്കൽ തന്നെ ആ ഒരു പിശാച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അങ്ങോട്ടേക്ക് വന്നതും അവന്റെ കയ്യിൽ കയറി ഒരൊറ്റ കടിയാണ്. വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ദേഷ്യം വന്നപ്പോൾ തോമസ് കത്തിയെടുത്ത് അതിന്റെ തലയിലേക്ക് തന്നെ കുത്തിയിറക്കി ആ വാതിൽ അടയ്ക്കുന്നുണ്ട്. എന്നാൽ അത് കറക്റ്റായിട്ട് അടയുന്നൊന്നുമില്ല കേട്ടോ. തോമസ് നോക്കുമ്പോൾ അവന്റെ കയ്യിലാണെങ്കിൽ നല്ലൊരു മുറിവായിട്ടുണ്ട്. ഇതേ നേരം തന്നെ തലയിൽ കുത്തിക്കയറി ആ ഒരു കത്തി ഊരിയെടുത്ത് ആ പിശാചിപ്പോ അവന്റെ അടുത്തേക്ക് പതിയെ വരികയാണ്. ആ കത്തി വെച്ച് അവനെ കുത്താൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന മഗ്ദ മുത്തശ്ശിയോട് പറയാണ്, പ്ലീസ് ദയവ് ചെയ്ത് അവനെ കൊല്ലരുത്. അത് മുത്തശ്ശിയൊന്നുമല്ല, പിശാചാണെന്ന് ഇപ്പൊ മനസ്സിലായോ? എന്തായാലും പിന്നീട് ആ ഒരു പിശാചിനോട് മഗ്ദ പറയാണ്, ദയവ് ചെയ്ത് ഇപ്പൊ അവനെ കൊല്ലാതിരുന്നാൽ എത്ര കാലം വേണമെങ്കിലും നിങ്ങളുടെ അടിമയായിട്ട് ഞാൻ ഇവിടെ നിന്നോളാം. എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം ഇവനെ വിട്ടാൽ മാത്രം മതി എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു മുത്തശ്ശി, അതായത് ആ ഒരു പിശാച് പതിയെ തോമസിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ആ മുത്തശ്ശിയുടെ മുഖം ഇത്ര വ്യക്തമായിട്ട് അടുത്ത് നിന്ന് ഇപ്പോഴാണ് തോമസ് കാണുന്നത്. ശരിക്കും ഒരു ഞെട്ടലാണ് അവന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ബങ്കറിൽ അതിർത്തിയിലെ കാവൽക്കാരനായിട്ട് അവൻ നിൽക്കുന്ന സമയം ഇപ്പൊ മറിയം കൂടെ ഉണ്ടല്ലോ. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവനോട് പറയാതെ മറിയം പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അവളുടെ പിന്നാലെ ഓടിച്ചെന്ന് തോമസ് ചോദിക്കുകയാണ്, അല്ല എന്താ പറ്റിയത്, എങ്ങോട്ടേക്കാ പോകുന്നത്? ഇപ്പൊ മറിയം പറയണം, ഞാൻ പോവുകയാണ്, ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇത്രയും ദിവസം നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഈ കടപ്പാട് ഞാൻ എന്തായാലും ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് തന്നെ മറിയം അവിടുന്ന് പോവുകയാണ്. തോമസിന് അവൾ പോയി കഴിഞ്ഞപ്പോൾ എന്തോ വീണ്ടും ഒറ്റയ്ക്കായതുപോലെ ഫീൽ ആവുകയാണ്. ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, പ്രസന്റിൽ കാണിക്കുകയാണ്. ഇപ്പൊ തോമസ് പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. കുറച്ചു നേരം എന്തോ അവന് ബോധമില്ലായിരുന്നു. ഇപ്പൊ മഗ്ദയോട് തോമസ് ചോദിക്കുന്നുണ്ട്, എത്ര നേരമായി ഞാൻ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു? മഗ്ദ പറയാണ്, എത്ര നേരോ? 2 ദിവസമായി. 2 ദിവസമായിട്ട് നീ ഒരേ ഉറക്കായിരുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോട് കൂടിയിട്ട് തോമസ് പറയണു, 2 ദിവസമായിട്ട് ഞാൻ ഒരേ കെടുത്തായിരുന്നു, ഒന്ന് കണ്ണു തുറക്കുപോലും ചെയ്തില്ല അല്ലേ? അതുപോലെ തന്നെ മഗ്ദ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നെ കൊണ്ട് പാലിക്കാൻ പറ്റാത്തൊരു കാര്യം, ആ കാര്യം പറഞ്ഞ് നിനക്ക് ഞാൻ വാക്ക് തന്നു. എന്നെക്കാൾ ശക്തനാണ് ആ ഒരു പിശാച്, എനിക്കതിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മഗ്ദ പറയണ, അതൊന്നും കുഴപ്പമില്ല. എന്നാൽ ഈ സമയത്ത് കരഞ്ഞുകൊണ്ട് തന്നെ തോമസ് പറയാണ്,
പറയാണ്, നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഞാനൊരു ദുഷ്ടനോ ക്രൂരനായ മനുഷ്യനോ ഒന്നുമല്ല, ഞാനൊരു പാവ, എൻ്റെ ഉള്ളിൽ ഞാനൊരു നല്ല മനുഷ്യനാ എന്നൊക്കെ അവനിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ കാര്യം മാത്രം ഞാൻ നല്ലവനാണ് എന്നവരിങ്ങനെ പറയുന്നതിന് മനസ്സിലാവുന്നില്ല. ഒരാൾ ഞാൻ നല്ലവനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് എന്നല്ലേ. ഇപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് മറിയം അവന്റെ ആ ഒരു ബങ്കർ വിട്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് പോയില്ലേ. എന്നാൽ തോമസിന് അത് സഹിക്കാൻ പറ്റിയില്ല. ഒരുപാട് നാൾ ഇവിടെ ഏകാന്തമായിട്ട് ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് മറിയം വന്നത്. അവളൊരു കൂട്ടായിരിക്കും എന്ന് തോമസിന് തോന്നി. അവളോട് ഒരു പ്രണയമല്ല, ഒരു വല്ലാത്ത കാമം, അതാണ് അവന് തോന്നിയത് കേട്ടോ. എന്തായാലും മറിയം ഇവിടെ വിട്ട് പോയ സമയത്ത് തോമസിനെ കൊണ്ട് അത് സഹിക്കാൻ പറ്റിയില്ല. അവളുടെ പിന്നാലെ തന്നെ പോവാണ്. അവൾ പിടിച്ചു നിർത്താൻ നോക്കുകയാണ്. അവൾ പോകും എന്ന് തന്നെ പറഞ്ഞ സമയത്ത് അവളെ ബലമായിട്ട് തന്നെ തോമസ് അവിടെ പിടിച്ചിടുകയാണ്. വളരെ ക്രൂരമായിട്ട് ആ കാട്ടിൽ വെച്ച് മറിയത്തിനെ അവൻ റേപ്പ് ചെയ്തു. അവളുടെ സമ്മതമില്ലാതെ അവളുടെ ശരീരത്തിൽ തൊട്ടു. സത്യത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കും എന്ന ആ പേടിയിലാണ് മറിയം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ തന്നെ ശ്രമിച്ചത്. പക്ഷേ അവൾ പേടിച്ച കാര്യം തന്നെ അവിടെ നടന്നു. അതായത് തോമസ് വേണമെന്ന് വെച്ച് ചെയ്തൊന്നുമല്ല, എന്നാൽ അവന്റെ ഉള്ളിൽ ആ ഒരു അടക്കാനാവാത്ത ആ ഒരു ആഗ്രഹം, അത് കാരണമാണ് ആ ഒരു ക്രൂരത അവൻ ചെയ്തത്. എന്നാൽ ഈ കാര്യമൊന്നും തോമസ് ഇപ്പോൾ മഗ്ദയോട് പറയുന്നില്ല കേട്ടോ. മഗ്ദയോട് പറയാണ്, ഞാൻ അത്ര ഒരു ദുഷ്ടനൊന്നുമല്ല, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്നല്ലാതെ ഒരു ക്രൂരനൊന്നും അല്ല എന്ന് പറഞ്ഞ് അവൻ വല്ലാതെ കരയാൻ തുടങ്ങുകയാണ്. മഗ്ദ ഇപ്പോൾ അവനെ സമാധാനിപ്പിക്കുകയാണ്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാണ്. എന്തായാലും തോമസ് അവന്റെ പാസ്റ്റ് ലൈഫിൽ ചെയ്ത ആ ഒരു കാര്യം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു കുറ്റബോധം, ആ ഒരു സ്ട്രെസ് അവന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. എന്തായാലും ആ രാത്രിയിൽ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുകയാണ്. അവരുടെ ഇടയിൽ എല്ലാം സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു ഫിസിക്കൽ റിലേഷൻ. അവരങ്ങനെ അത് ചെയ്യുന്ന സമയത്ത് അവൻ ആ കാട്ടിൽ നിന്നും ഒരു രൂപത്തെ കിട്ടിയായിരുന്നല്ലോ. മറിയം ആ രൂപത്തെ നോക്കി പറഞ്ഞായിരുന്നു, ഇത് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ആണെന്ന്. അതേ ശില്പം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് തോമസിന് വല്ലാത്ത തലവേദന, കണ്ണെല്ലാം ഒരുമാതിരി ചോര ചുവപ്പ് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു റൊമാൻസിന്റെ ഇടയിൽ തോമസ് എല്ലാ കാര്യവും മഗ്ദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ തോമസിന്റെ ഉള്ളിൽ ആ ഒരു കുറ്റം മുഴുവനും ഇപ്പൊ മഗ്ദയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ആ കാര്യങ്ങൾ മറ്റൊരാളോട് തുറന്നു പറഞ്ഞപ്പോൾ, മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിൽ വന്ന സമയത്ത് തോമസിന്റെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റ്, ആ ടെൻഷൻ അങ്ങോട്ട് പോവാണ്. എന്നാൽ എഴുന്നേറ്റപ്പോൾ നല്ല ടയർഡ്നെസ് ഉണ്ട് കേട്ടോ. അവൻ പതിയെ എഴുന്നേൽക്കുകയാണ്. പക്ഷേ വല്ലാതെ ഛർദ്ദിക്കാൻ തോന്നുന്നു. വയറ്റിൽ നിന്നും വല്ലാത്ത ബുദ്ധിമുട്ട്. അവൻ നേരെ പോയിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. ഛർദ്ദിച്ച് അവശനാവുകയാണ്. ഈ സമയത്ത് അവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട്. ആ ആളുടെ രൂപം കണ്ട് തോമസ് ആകെ ഞെട്ടിപ്പോവാണ്. മറ്റാരുമല്ല, സിസ്റ്റർ ക്ലെയർ. എന്നാൽ ക്ലെയർ ആണെങ്കിലോ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ തോമസ് പറയണം, ഓഹോ, അപ്പൊ എൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയല്ലേ. നിങ്ങൾ സത്യത്തിൽ ആരാണ് സിസ്റ്റർ ക്ലെയർ? എന്തിനാണ് ഒരു ഡബിൾ റോൾ നിങ്ങൾ ഇവിടെ വെച്ച് കളിക്കുന്നത്? ഈ സമയത്ത് ക്ലെയർ പറയണ എല്ലാ കാര്യമൊന്നും എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. എന്നാലും മാഗ്ദയെ നിനക്ക് വേണോ? മാഗ്ദയെ വേണമെങ്കിൽ നീ എന്തായാലും ആ ഒരു പിശാചിനെ കൊല്ലണം. കൊന്നാൽ മാത്രമേ നിനക്ക് അവളെ സ്വന്താക്കാൻ കഴിയുള്ളൂ. തോമസിനാണെങ്കിൽ അവന്റെ മനസ്സിലാണെങ്കിൽ മാഗ്ദ മാത്രമേ ഉള്ളൂ. അവൾ എങ്ങനെയെങ്കിലും സ്വന്താക്കണം. അതുകൊണ്ട് തന്നെ തോമസ് ഈ ക്ലെയറിനോട് പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ആ പിശാചിനെ എങ്ങനെയെങ്കിലും കൊല്ലും. മാഗ്ദ എന്റേതാണ്, ഞാൻ അവളെ സ്വന്താക്കും. ഇതും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് തോമസ് നേരെ ആ വീടിന്റെ മുകളിലേക്ക് പോവാണ്. മുത്തശ്ശിയുടെ രൂപത്തിലുള്ള പിശാച് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. മാത്രമല്ല അവിടെ ചെറിയ ഈ തുണി കൊണ്ടുണ്ടാക്കിയ ഒരു പാവ ഉണ്ടായിരുന്നു. ആ പാവ ഇപ്പോൾ അവൻ കയ്യിലെടുക്കുകയാണ്. ആ മുത്തശ്ശിക്ക്, അതായത് ആ പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അത്. അതെനിക്ക് താന്ന് പറഞ്ഞിട്ട് ആ പിശാച് അവന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് തോമസ് പറയണേ, ഇത് നിനക്ക് വേണോ? വാ എന്ന് പറഞ്ഞിട്ട് തന്ത്രപൂർവ്വം ഒരു പ്രത്യേക രീതിയിൽ അതിനടുത്തേക്ക് വിളിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അതിനെ ഒറ്റ വെട്ടുകയാണ്. ആ വെട്ടിൽ തന്നെ ആ ഒരു പിശാച് നിലത്ത് വീണു. പിന്നീട് അവസാനം പെടഞ്ഞ് ചാവുകയാണ്. പിന്നീട് ചത്ത് കിടക്കുന്ന ആ ഒരു പിശാചിനെ നോക്കിയിട്ട് തോമസ് ഒരു കാര്യം പറയുന്നുണ്ട്, മാഗ്ദ അവൾ എന്റേത് മാത്രമാണ്, അവളെ സ്വന്താക്കാന്ന് ആരും വിചാരിക്കേണ്ട. എന്നാൽ ഈ സമയത്താണ് നിലത്ത് നിന്നും തോമസിന് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കിട്ടുന്നത്. അതിലൊരു വാർത്തയും കൂടെ തന്നെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫോട്ടോ അത് മറ്റാരുടേതും ആയിരുന്നില്ല, ഈ വീടിന്റെ ശരിക്കുള്ള ഓണർ ഉണ്ടല്ലോ അയാളുടേതായിരുന്നു. അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്നും ആ ഒരു വാർത്തയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇയാളുടെ ഭാര്യയെ ക്രൂരമായിട്ട് കൊന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ 6 വയസ്സുള്ള ചെറിയ പ്രായത്തിലുള്ള മോളെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാനായിട്ട്, അയാളുടെ കാമ ആസക്തി അത് തീർക്കാനായിട്ട്. എന്നാൽ പെട്ടെന്ന് അയാളെ കാണാതായി എന്നുള്ള വിവരവും അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്താണ് അവിടെ മരിച്ചു കിടക്കുന്ന മുത്തശ്ശിയെ തോമസ് നോക്കുന്നത്. എന്നാൽ അത് കണ്ട തോമസിന്റെ കിളി വാറിപ്പോവാണ്. ഇപ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ രൂപമല്ല, പകരം ഈ വീടിന്റെ യഥാർത്ഥ ഓണർ ഉണ്ടല്ലോ അയാളുടെ രൂപത്തിലേക്ക് ആ മുത്തശ്ശി, ആ പിശാച് മാറുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അവന്റെ തല ഇങ്ങനെ പെരുത്ത് തുടങ്ങുകയാണ്, തല കറങ്ങുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മാഗ്ദ പറഞ്ഞു അത് അവളുടെ അമ്മയാണെന്ന്. പിന്നീട് മനസ്സിലായി അത് അവളുടെ അമ്മയല്ല, ഇതൊരു പിശാചാണെന്ന്. ഇപ്പൊ ഇത് പിശാചുമല്ല, ഈ വീടിന്റെ പഴയ ഓണർ ആണെന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വരികയാണ്. ഒരു പ്രത്യേകതരം വെളിച്ചവും അവിടെ ഉണ്ടായിരുന്നു. ആ ഡോറിന്റെ ഉള്ളിലായിട്ട് ഈ ഒച്ചിന്റെയൊക്കെ ഒരു ഷെല്ലില്ലേ, അതുപോലത്തെ വലിയൊരു ഷെല്ലും അവൻ അവിടെ കാണുന്നുണ്ട്. പതിയെ അതിന്റെ ഉള്ളിലേക്ക് അവൻ ആരോ വിളിക്കുന്നത് പോലെ തോന്നുകയാണ്. തോമസ് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് കുറച്ചു മുന്നിലായിട്ട് ഒരു രൂപത്തെ അവൻ കാണുന്നുണ്ട്. അതായത് കാട്ടിൽ നിന്നും അവന് കിട്ടിയ ഒരു മരപ്പാവയുണ്ടല്ലോ, അതുപോലത്തെ ഒരു രൂപം. എന്നാൽ ആ രൂപത്തിന് ഇപ്പൊ ജീവനുണ്ട്. ആ ജീവനുള്ള രൂപം അത് മറ്റാരുമല്ല, ഇത്രയും ദിവസം
ദിവസം ഇവിടെ ഉണ്ടായിരുന്ന മാഗ്ദ എന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് തന്നെയാണ്. ആ പെണ്ണ് അത് മറ്റാരുമല്ല, സ്ത്രീകളുടെ സംരക്ഷകയായിട്ടുള്ള ഒരു ദേവതയാണ്, ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ. അതിപ്പോ അവനെ നോക്കി സംസാരിക്കാൻ തുടങ്ങുകയാണ്. തോമസേ, എന്നെ കണ്ട് നിനക്ക് ഒരുപാട് ഇഷ്ടമായല്ലേ? എന്റെ സൗന്ദര്യത്തെയാണോ നിനക്ക് ഇഷ്ടമായത്? എന്തായാലും നിനക്കുള്ള സമയം എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഷെല്ലിന്റെ ഉള്ളിൽ നിന്നും അവൻ പുറത്തേക്ക് വീഴുന്നുണ്ട്. ഇപ്പൊ അവന്റെ അടുത്തേക്ക് സിസ്റ്റർ ക്ലെയർ വരികയാണ്. എന്നിട്ട് അവന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത്രയും ദിവസം നീ ഇവിടെ ഇരുന്ന് തിന്നും കുടിച്ചും ഒരുപാട് സമയം കളഞ്ഞില്ലേ? ഇപ്പൊ ആ തിന്നതിനുള്ള വില നീ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ആരുമില്ലാത്തൊരു പെൺകുട്ടി നിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് അഭയം കൊടുക്കേണ്ടതിന് പകരം നീ അവൾ എന്താ ചെയ്തത്? ക്രൂരമായിട്ട് റേപ്പ് ചെയ്തല്ലേ? നിന്നെ പോലെയുള്ള വൃത്തികെട്ട ആണുങ്ങൾക്ക് കുറച്ചു നേരത്തെ സുഖം മാത്രം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീക്കോ അവർക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ട്രോമയാണ് കിട്ടുന്നത്. മരിക്കുന്നത് വരെ അവർക്കത് മറക്കാൻ കഴിയില്ല. നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് അത് മനസ്സിലാകൂല. എന്തായാലും പണിഷ്മെന്റ് അത് കിട്ടാനുള്ള സമയമായിട്ടുണ്ട്. ആ പണിഷ്മെന്റ് നിനക്ക് തരാൻ പോകുന്നത് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ, ആ ദേവതയാണ്. സിസ്റ്റർ ക്ലെയർ ഈ കാര്യമെല്ലാം പറയുന്ന സമയത്ത് തോമസിന് എന്തോ വലുതായിട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നെന്ന് മനസ്സിലായിട്ടോ. അവൻ പേടിച്ച് വിറക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ചിലത് സംഭവിക്കുന്നുണ്ട്. അവൻ അലറി കരയാൻ തുടങ്ങുകയാണ്. അവന്റെ വയറാണെങ്കിൽ പതിയെ പതിയെ വീർത്തു വരുന്നുണ്ട്. അങ്ങനെ വേദന സഹിക്കാതെ അവൻ കരയുന്ന സമയത്ത് അവന്റെ മലദ്വാരവും അതുപോലെ തന്നെ മുന്നത്തെ ദ്വാരവും എല്ലാത്തിന്റെ ഉള്ളിൽ കൂടെ രക്തം അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ ആ ഒരു ഏഞ്ചൽ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദന, ആ മരണവേദന എന്താണെന്ന് നിങ്ങളും അനുഭവിക്കടാ. പിന്നീട് അവിടെ കാണിക്കുന്നത് തോമസിന്റെ ഒരു വല്ലാത്തൊരു അലർച്ചയാണ്. ഇവിടെ സീൻ കട്ടായി. ഇതിനുശേഷം ശാന്തമായി കിടക്കുന്ന ഒരു സ്ഥലം, അതിലൂടെ പോകുന്ന ഒരു കാറ്. ആ കാർ ഇപ്പൊ നേരെ ഒരു പെട്രോൾ പമ്പിലേക്ക് വരികയാണ്. മാത്രമല്ല ആ പമ്പിനോട് ചേർന്ന് ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. ആ കടയുടെ അടുത്ത് കാറ് വന്ന് നിൽക്കുകയാണ്. പിന്നീട് ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് മറ്റാരുമല്ല, ഇത്രയും നേരം നമ്മൾ കണ്ട മാഗ്ദ തന്നെയാണ്. അവൾ വെറും ഒരു സ്ത്രീ അല്ല എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ആ ഒരു കടയിലേക്ക് വന്ന് അതിന്റെ ആ ഒരു ഫ്രിഡ്ജിൽ നിന്നും ഒരു മീറ്റ് മാഗ്ദ എടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ കടയിലുണ്ടായിരുന്ന സ്ത്രീ മാഗ്ദയെ നോക്കിയിട്ട് പറയാണ്, അത് പന്നികൾക്ക് കൊടുക്കുന്ന ഇറച്ചിയാണ് കേട്ടോ. കടയിലുണ്ടായിരുന്ന ആ ഒരു സ്ത്രീയെ മാഗ്ദ ഇപ്പൊ നോക്കുകയാണ്. ആ സ്ത്രീ അത് മറ്റാരും ആയിരുന്നില്ല, മറിയമായിരുന്നു. മറിയത്തിന് അന്ന് തോമസ് റേപ്പ് ചെയ്തായിരുന്നെങ്കിലും കൊന്നിട്ടില്ലായിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന മറിയം പുതിയൊരു ലൈഫ് ഇവിടെ വെച്ച് തുടങ്ങി. എന്തായാലും ഇപ്പൊ മറിയത്തിനോട് മാഗ്ദ പറയാണ്, ആ പന്നിക്ക് കൊടുക്കാൻ തന്നെയാണ് ഈ ഇറച്ചി എടുത്തത്. അതുപോലെ തന്നെ മറിയം മാഗ്ദയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ടൂറിസ്റ്റ് ആണോ? മാഗ്ദ പറയാണ്, അതെ ടൂറിസ്റ്റ് തന്നെയാണ്. ഇപ്പൊ മറിയം പറയാണ്, യുദ്ധമെല്ലാം കഴിഞ്ഞു, നിങ്ങളെ പോലെയുള്ള ടൂറിസ്റ്റുകൾ ഈ നാട്ടിലേക്ക് വരുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം, പുതിയൊരു ലൈഫ് കിട്ടിയതുപോലെയൊക്കെ തോന്നുന്നു. പഴയ ദുരിതങ്ങളൊക്കെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. എന്നാൽ ഇത് കേട്ട് മാഗ്ദ പറയാണ്, ഒരു കാരണവശാലും പഴയതൊന്നും മറക്കാൻ പാടില്ല, അതൊരു കനലായി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. പിന്നീട് അവിടുന്ന് പോകുന്നതിന് മുന്നേ മാഗ്ദ മറിയത്തിന് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ ഉണ്ടല്ലോ, അതിന്റെ ഒരു ശില്പം കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നീട് കാറിലേക്ക് വന്ന് കയറിയ മാഗ്ദ പന്നിക്ക് കൊടുക്കുന്ന ആ ഒരു ഇറച്ചി നേരെ ബാക്ക് സീറ്റിലേക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം തുണിയുടെ ഇടയിൽ നിന്നും ഒരു കൈ പതിയെ പുറത്തേക്ക് വന്ന് ആ ഇറച്ചി ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അത് തോമസ് ആണ്. ഒരു പിശാചിന്റെ അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയുടെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന തോമസ് ആണത്. അതായത് ഇനി കുറച്ചുനാൾ അവൻ ആ ഒരു വേദനയും പെയിനും അനുഭവിക്കണം. അവൻ ചെയ്ത ആ വലിയ പാപത്തിനുള്ള ശിക്ഷയാണത്. എന്തായാലും അടുത്ത ഇരയെ കിട്ടുന്നത് വരെ അവൻ ഈ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. ആ ഇരയെ തേടിക്കൊണ്ട് മാഗ്ദ അടുത്ത യാത്ര പുറപ്പെടുകയാണ്. അതായത് ശരിക്കും എന്താണ് ഈ സിനിമ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ചില ആണുങ്ങളുണ്ട്, അവർക്ക് ഇതെല്ലാം ചെറിയ മാറ്ററാണ്, ചെറിയ നിമിഷത്തേക്കുള്ള അവരുടെ ഒരു സുഖത്തിന് വേണ്ടി അവരെന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അനുഭവിക്കുന്ന സ്ത്രീകൾ, അവർക്കത് ലൈഫ് ലോങ് ട്രോമയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ തേടി ഇതുപോലെയുള്ള ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ എവിടെ നിന്നെങ്കിലും വരുമെന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. വല്ലാത്തൊരു മിസ്റ്റീരിയസ് ആയിട്ട് ഈ സിനിമ അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം വെച്ച് നല്ലൊരു കിഡിലൻ ട്വിസ്റ്റ് അല്ലേ നമുക്ക് തന്നത്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വെച്ച് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.